ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ല ക്യാപിറ്റൽ ഗെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? ജസ്റ്റ് ഒന്ന് ആ ഓക്കെ, ശരി. അപ്പോൾ നമ്മളുടെ നാലാമത്തെ ഹെഡാണ് ഒരു ഒരു അസസിക്ക് ഒരു പേഴ്സണ് ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ അതിൽ ഒരു കാറ്റഗറി ഇൻകം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും അല്ലേ? ഇപ്പോൾ സാലറി കിട്ടുന്ന ഒരാൾക്കൊരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയിക്ക് സാലറി കിട്ടുകയാണെങ്കിൽ സാലറി എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ടാക്സ് ചെയ്യപ്പെടുക. അതുപോലെ ഈ പറഞ്ഞ ഹൗസ് പ്രോപ്പർട്ടി ഒരു അസസിക്ക് റെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് ഒക്കെ വാടക കൊടുത്തിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ അത് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഹെഡിലായിരിക്കും വരിക. ദെൻ ബിസിനസ്സോ അതുപോലെ തന്നെ പ്രൊഫഷനൊക്കെ ഉള്ളൊരു അസസി ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന വരുമാനം ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്ന ഹെഡിലായിരിക്കും ടാക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം അസസിക്ക് പല ക്യാപിറ്റൽ അസറ്റുകളും ഉണ്ടായിരിക്കാം. പല അസറ്റുകളും ഈ പറയുന്ന അസസിക്ക് ഉണ്ടെങ്കിൽ ആ അസറ്റ് വിറ്റിട്ട് അയാൾക്ക് കിട്ടുന്ന വരുമാനം ഈ പറഞ്ഞ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ് ടാക്സ് ചെയ്യപ്പെടുക. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തെങ്കിലും പ്രോഫിറ്റോ ഗെയിനോ നമുക്ക് ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കാരണത്താൽ നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ദെൻ അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും അല്ലേ? എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ റൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് affected during the previous year to an assessee is taxable under the head ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദർ ഷുഡ് ബി ട്രാൻസ്ഫർ ഉണ്ടായിരിക്കണം, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഉണ്ടാവണം. അത് കാരണത്താൽ കിട്ടുന്ന ഗെയിൻ ആയിരിക്കണം. രണ്ടാമത്തെ പറഞ്ഞത് ദ ട്രാൻസ്ഫേർഡ് അസറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ ദെൻ ട്രാൻസ്ഫർ മസ്റ്റ് ബി എഫക്റ്റഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആണ്. അതായത് നമ്മളുടെ പ്രീവിയസ് ഇയറിലായിരിക്കണം ഈ പറഞ്ഞ ഈ ഒരു ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്? ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എനി കൈൻഡ് ഇൻക്ലൂഡിങ് മൂവബിൾ ഉണ്ടാവാം, ഇമ്മൂവബിൾ ഉണ്ടാവാം, ടാഞ്ചിബിൾ ഉണ്ടാവാം, ഇൻടാഞ്ചിബിൾ ഉണ്ടാവാം. അതുപോലെ തന്നെ പേഴ്സണൽ അസറ്റുകൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നതായിരിക്കാം, അല്ലാത്തതായിരിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഗുഡ് വില്ല്, സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ്, ട്രേഡ് മാർക്ക്, ബ്രാൻഡ് നെയിം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ദെൻ ട്രീ സ്റ്റാൻഡിങ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്, ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ടാഞ്ചിബിൾ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറഞ്ഞ അസറ്റ് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഈ പറയുന്ന അസറ്റുകൾ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യില്ല. അതിൽ ഒന്നാമത്തെ പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓർ കൊമേഴ്ഷ്യൽ ഗുഡ്സ് ആണ്. ഇപ്പോൾ എനിക്കൊരു ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ബിസിനസ്സിൽ ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറേ സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവാം അല്ലെ? ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കാറ് സെയിൽ ചെയ്യുന്ന ബിസിനസ്സാണെന്ന് വിചാരിക്കുക. ആ കാറ് വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാറ് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവാം അല്ലേ? ദെൻ അതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഗുഡ്സ്. അതെൻ്റെ കൊമേഴ്ഷ്യൽ ഗുഡാണ്. ഈ കാറുകളോ അല്ലെങ്കിൽ ബൈക്കുകളൊക്കെ എൻ്റെ കൊമേഴ്ഷ്യൽ ഗുഡ്സ് ആയിരിക്കും. അങ്ങനെയുള്ള അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാൻ പറ്റില്ല? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യില്ല. മനസ്സിലായല്ലോ? സ്റ്റോക്ക് ഇൻ ട്രേഡ് നമ്മൾ വ്യാപാരത്തിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ട് വെക്കുന്ന സ്റ്റോക്കുകളോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പരമായിട്ട് നമ്മൾ വാങ്ങിവെച്ച ഗുഡ്സുകളൊന്നും ക്യാപിറ്റൽ നേച്ചർ ആയിരിക്കില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ആണ്. നമ്മൾ വീട്ടിലോട്ട് ആവശ്യമുള്ള അല്ലേ, നമുക്ക് കൺസ്യൂം ചെയ്യാൻ, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റോഴ്സ് ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെയും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. അതുപോലെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, കൺസ്യൂമബിൾ സ്റ്റോറാണ്. നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അസറ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യില്ല. അതുപോലെ റോ മെറ്റീരിയൽ ഹെൽഡ് ഫോർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ ഓഫ് ദി അസസി ആണ്. ഓക്കെ, നമ്മൾക്കറിയാം ഈ ബിസിനസ് ഇപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ അവിടെ അത് മാനുഫാക്ചർ ചെയ്യാൻ എന്ത് വേണ്ടി വരും? റോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും അല്ലേ? അതുപോലെ തന്നെ പ്രൊഫഷൻ, ഇപ്പോൾ ഒരു ഡോക്ടർ അയാളുടെ ക്ലിനിക്കിലോട്ട് വേണ്ട എന്തെങ്കിലും
റോ മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ടുവരികയാണ്. ഓക്കെ, ദെൻ അങ്ങനെ എന്തെങ്കിലും അയാളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ടോ എനിത്തിങ് റോ മെറ്റീരിയൽസ് ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെയും ആ അസസിയുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടോ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ ആണ്. ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്കൊരു ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, എനിക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം ക്യാപിറ്റൽ അസറ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ, എനിക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ, എനിക്കൊരു ലാൻഡ്, ഒരു പീസ് ഓഫ് ലാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദെൻ ആ ലാൻഡ് എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. പക്ഷേ റൂറൽ ഏരിയാസിൽ നമുക്ക് ശ്രദ്ധിക്കണം, റൂറൽ ഏരിയ ആണ്. നമുക്കറിയാം റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള അഗ്രികൾച്ചറൽ ലാൻഡ്. എനിക്ക് റൂറൽ ഏരിയ ഇപ്പോൾ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശത്ത് എനിക്ക് എന്തുണ്ട്, ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ട്. അത് ഇന്ത്യയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇന്ത്യയിലൊരു ഗ്രാമത്തിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടെങ്കിൽ ദെൻ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. മനസ്സിലായല്ലോ? അഗ്രികൾച്ചറൽ ലാൻഡ് പൊതുവേ എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. പക്ഷേ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ റൂറൽ ഏരിയ, ഓക്കെ, പക്ഷേ അർബൻ ഏരിയസിലെ ക്യാപിറ്റൽ അസറ്റ് ഈ പറയുന്ന അഗ്രികൾച്ചറൽ ലാൻഡ് എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അർബൻ ഏരിയ ആണ്, ആ അർബൻ ഏരിയയിലാണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് ഉള്ളതെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. അതിൽ നിന്ന് അത് വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റോ ഗെയിനോ കിട്ടുകയാണെങ്കിൽ അത് ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്ന ഹെഡിൽ ടാക്സ് ചെയ്യപ്പെടും. ഓക്കെ, അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഇൻ ഇന്ത്യ ആണ് പറയുന്നത്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. ലാൻഡ് ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയസിൽ ഉള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. നെക്സ്റ്റ്, ചില ബോണ്ടുകളുണ്ട് അല്ലേ. എന്താ ബോണ്ട് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മീൻ ബൈ ബോണ്ട്? എനിബഡി അറിയോ എന്താ ബോണ്ട് എന്ന് പറഞ്ഞാൽ? കേൾക്കണുണ്ടോ? ഓക്കെ, ഗവൺമെന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റിയാണ്. ഓക്കെ, ചില ബോണ്ടുകൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ എന്ത് പറയും, ഇറ്റ്സ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫൈ ചെയ്തിട്ട് ബോണ്ടുകൾ. ഇപ്പോൾ ഷെയറുകൾ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങി വെക്കുകയാണെങ്കിൽ ആ ഷെയർ എന്താണ്, ആ ഷെയർ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ അസറ്റ് ആണ്. മനസ്സിലായോ? ഞാൻ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഷെയർ ക്യാപിറ്റൽ അസറ്റ് ആണ്. പക്ഷേ എന്തെങ്കിലും ബോണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്ലിയർ? അതുപോലെ മ്യൂച്വൽ ഫണ്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ്. അതൊക്കെ ക്യാപിറ്റൽ അസറ്റിൻ്റെ നേച്ചറിലുള്ളതാണ്. പക്ഷേ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ട് ഇറക്കുന്ന ചില ബോണ്ടുകളുണ്ട്, ദെൻ ഇറ്റ്സ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് ഇറക്കുക. ആ അസറ്റുകളും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, അവിടെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ബോണ്ട് നോട്ടിഫൈഡ് ബൈ ഗവൺമെൻറ് ആണ് ആ ബോണ്ട് ഇറ്റ്സ് നോട്ട് എ കൺസിഡേർഡ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് പേഴ്സണൽ അസറ്റ് ലൈക്ക് വിയറിംഗ് അപ്പാരൽസ്, ഫേർണിച്ചർ, കാർ, ഹോംസ് ആൻഡ് അപ്ലയൻസസ് ആണ്. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് പേഴ്സണൽ അസറ്റുകളായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന, വിയർ ചെയ്യുന്ന, നമ്മൾ ധരിക്കുന്ന അപ്പാരൽസ്, അതുപോലെ തന്നെ ഫേർണിച്ചർ, കാറ്, ഹോം അപ്ലയൻസസ് ഇല്ല, വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരുപാട് അപ്ലയൻസുകൾ ഉണ്ടാവാം. ആ കാര്യങ്ങളൊന്നും എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് ഇല്ല. അതൊക്കെ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയെ, അപ്പോൾ നമ്മൾ വാങ്ങിയ വിലയിനെക്കാട്ടിലും കൂടുതൽ പൈസ കിട്ടുകയാണെങ്കിൽ അതൊന്നും എന്തല്ല, ഫർണിച്ചറൊക്കെ ഉണ്ടാവാം വീട്ടിലുണ്ടാവുന്ന അല്ലേ, അതൊന്നും ക്യാപിറ്റൽ അസറ്റിൻ്റെ നേച്ചറിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. പക്ഷേ അവിടെ നമ്മൾ ഈ വിയറിംഗ് അപ്പാരൽസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഓർണമെൻറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ജ്വല്ലറി എന്തെങ്കിലും ഇപ്പം മിക്കവാറും വീട്ടിലൊക്കെ അല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ജ്വല്ലറി എന്ന് പറയുന്നത്. ഇതൻ ആ ആഭരണങ്ങൾ ഗോൾഡിലോ സിൽവറിലോ പ്ലാറ്റിനത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രീഷ്യസ് മെറ്റൽസ് ഉണ്ട് അല്ലേ, നമുക്കറിയാം വജ്രം പോലുള്ള, ഡയമണ്ട് പോലുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ജ്വല്ലറി ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും ഒരു അസസിയുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രീഷ്യസ് മെറ്റൽസോ അല്ലെങ്കിൽ പ്ലാറ്റിനം ഉപയോഗിച്ചിട്ടോ സിൽവർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ഉപയോഗിച്ചിട്ടൊക്കെയുള്ള ജ്വല്ലറി ഉണ്ടെങ്കിൽ അത് എന്താണ്, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കും. ഓക്കെ, അത് നമ്മുടെ പേഴ്സണൽ അസറ്റ് അല്ലെങ്കിൽ നമ്മൾ വിയറിംഗ് അപ്പാരൽസ് എന്നുള്ള കൂട്ടത്തിൽ എന്ത് ചെയ്യില്ല, അതിന് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യാത്തത്, അതായത് ക്യാപിറ്റൽ അസറ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാത്ത അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്.
ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് ക്യാപിറ്റൽ അസറ്റ് രണ്ട് രീതിയിലാണുള്ളത്. അതിലൊന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും ഉണ്ട്. ഓക്കെ, ഒരു അസറ്റിനെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 36 മന്ത്. ഇപ്പോൾ ഞാനൊരു അസറ്റ് വാങ്ങിയിട്ട് അത് 36 മാസത്തിലധികം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നോട്ട് മോർ ദാൻ 36 മന്ത് ആണ്. ഞാനൊരു 35 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വിറ്റു. ഓക്കെ, ദെൻ ആ വിറ്റ് കഴിഞ്ഞാൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുക. ആ അസറ്റിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഒന്നുകൂടി പറയാം, ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ 36 മന്ത്. 36 മന്ത് എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സ് ആണ് അല്ലേ. 3 ഇയേഴ്സ് ആണ് 36 മന്ത് എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഷാൾ ബി ഡീംഡ്. ഇപ്പോൾ ഞാനത് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാനത് 36 മാസം ഞാനത് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 36 മാസത്തിൽ കുറവാണ് ഞാനത് 36 മാസമോ 36 മാസത്തിൻ്റെ താഴെയാണ് ഞാനത് എൻ്റെ കയ്യിൽ ഹെൽഡ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ ആ അസറ്റിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, പക്ഷേ ഈ 36 മന്ത് എന്ന് പറയുന്നത് എല്ലാ കേസിലും ഇല്ല. ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. However, in respect of following asset, the period of holding is to be considered 12 month instead of 36 month ആണ്. 36 മാസത്തിന് പകരം എന്താവും, അത് 12 മന്ത് ആവും. അപ്പോൾ 12 മന്ത് വരെ അത് ഷോർട്ട് ടൈം ആയിരിക്കും. 12 മന്തിൽ കൂടുതൽ നമ്മളത് ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ, ഈ അസസിയുടെ കയ്യിൽ അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ആ അസറ്റ് ലോങ് ടേം ആയിട്ട് മാറും. 12 മാസം വരെ എന്തായിരിക്കും, അത് ഷോർട്ട് ടൈം ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഈ 12 മന്തിൽ വരുന്ന, 36ന് പകരം 12 മന്തിൽ വരുന്ന അസറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ് ആണ്. ഓക്കെ, അത് പ്രധാനമായിട്ടും നമ്മളുടെ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട് അല്ലേ. പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ്? ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും രണ്ടാമത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്, BSE ആൻഡ് NSE ആണ്. ഈ പറയുന്ന 2 റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട സെബി റെക്കഗ്നൈസ് ചെയ്ത 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇതാണ്. ഈ റെക്കഗ്നൈസ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത, എന്താ ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് മീൻ ബൈ ലിസ്റ്റിംഗ്? എനിബഡി നോ എന്താ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? യെസ്, രജിസ്റ്റർ ചെയ്യാണ്. എവിടെ രജിസ്റ്റർ ചെയ്യണതാണ്? എവിടെ രജിസ്റ്റർ ചെയ്യണതാണ് അറിയോ? ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച്. യെസ് റൈറ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത്? ലിസ്റ്റിംഗ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഇപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അസസിയുടെ കയ്യിൽ ഏതെങ്കിലും കമ്പനിയുടെ ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഉണ്ട് ഒരു കമ്പനിയുടെ. ആ കമ്പനി എന്താണ്? ലിസ്റ്റഡ് കമ്പനിയാണ്. ഈ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള, ഇന്ത്യയിലുള്ള റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയുടെ ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഇക്വിറ്റി ഷെയറോ ഹെൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഷെയറിന് നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കണമെങ്കിൽ മാക്സിമം അത് 12 മാസമേ അത് ഹെൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. 12 മാസത്തിലധികം ഞാനത് എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ഓക്കെ, 12 മാസം വരെ ഞാനത് കീപ്പ് ചെയ്തിട്ട് വിൽക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. അതല്ല 12 മാസത്തിലധികം ഞാനതിൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട്, അതർ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് 12 മാസം കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് മാറും, അതുവരെ അത് ഷോർട്ട് ടേം ആയിരിക്കും. ഓക്കെ, അതുപോലെ യൂണിറ്റ്സ് ഓഫ് UTI എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. അതിൻ്റെ യൂണിറ്റ്സ് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളാണ് അവിടെ മീൻസ് ചെയ്യുന്നത്. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് ഇറക്കുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ദെൻ ആ മ്യൂച്വൽ ഫണ്ടുകളും ഈ പറഞ്ഞ പോലെ തന്നെ 36 മാസത്തിന് പകരം 12 മാസം വരെയാണത് ഷോർട്ട് ടേം ആയിട്ട് മാറുക. അത് കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് മാറും. അതുപോലെ യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടുകളുണ്ട്. നമ്മളുടെ ഇക്വിറ്റി ഷെയറുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് യൂണിറ്റുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതും ഈ പറഞ്ഞ പോലെ 12 മന്താണ്. സീറോ കൂപ്പൺ ബോണ്ടുകളുണ്ട്, അതും 12 മന്ത് വരെ ഷോർട്ട് ടേം. അത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ലോങ് ടേം ആയിട്ട് മാറും. ഓക്കെ, വേറൊരു കാര്യം കൂടിയും പറയുന്നുണ്ട്. ഈ പറയുന്ന 12 മന്തിന് പകരം ഈ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളുടെ ഷെയർ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ, ഓക്കെ,
അത് ഈ 12 പകരം എന്തായിട്ട് മാറും 24 മന്തായിട്ട് മാറും. ഇവിടെ പറയുന്നുണ്ട് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ് ടു ബി കൺസിഡേർഡ് ഈസ് 24 മന്ത് ഇൻസ്റ്റെഡ് ഓഫ് 36 മന്ത്. 36 പകരം എന്തായിട്ട് എടുക്കും 24 ആയിട്ട് എടുക്കും. ആരുടെയൊക്കെ കേസിലറിയോ? ഇൻ കേസ് ഓഫ് അൺലിസ്റ്റഡ് ഷെയർസ് ഓഫ് എ കമ്പനിയാണ്. ഏതെങ്കിലും ഒരു ലിസ്റ്റ് ചെയ്യാത്ത ഈ പറയുന്ന റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് 24 മാസം വരെ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. ഓക്കെ, 24 മാസം കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് മാറും. അതുപോലെ തന്നെ ആ ഷെയർ മാത്രമല്ല ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതൊക്കെ വരിക ലാൻഡ്, ബിൽഡിങ് ഓർ ബോത്ത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 24 മാസം വരെ അത് ഷോർട്ട് ടേം ആയിരിക്കും. 24 കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് മാറും. 24 മാസം എന്ന് പറഞ്ഞാൽ 2 years ആണ്. ഇവിടെ 12 മന്ത് എന്ന് പറഞ്ഞാൽ 1 year ആണ്. 36 മന്ത് എന്ന് പറഞ്ഞാൽ 3 year ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടു. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അസറ്റിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റിൽ ഷോർട്ട് ടേം ആയിട്ട് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 36 മാസം വരെ ഒരു അസറ്റ് കീപ്പ് ചെയ്യുന്നുള്ളെങ്കിൽ ഈ പറയുന്ന അത് ഷോർട്ട് ടേം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി 36 എന്നുള്ളത് 12 മന്തായിട്ട് മാറുന്നുണ്ട് ചില കേസിൽ. 12 മാസം വരെ ഈ പറയപ്പെട്ട അസറ്റുകൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഷോർട്ട് ടേം ആയിരിക്കും. 12 മാസത്തിലധികം അത് അസസിയുടെ കയ്യിൽ കീപ്പ് ചെയ്തിട്ട് വിൽക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ലോങ് ടേം ആയിട്ട് മാറും. ഓക്കെ, അത് മെയിനായിട്ട് ഇക്വിറ്റി ഷെയർ, അതുപോലെ തന്നെ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, യൂണിറ്റ്സ് ഓഫ് UTI, യൂണിറ്റ്സ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, സീറോ കൂപ്പൺ ബോണ്ട്. ഓക്കെ, പിന്നെ ഒരു കേസും കൂടിയുണ്ട്. 24 മാസം എന്ന് വരും. 12 മന്തും അല്ല 36ഉം അല്ല, പകരം 24 മാസം വരെ ഷോർട്ട് ടേം ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞാൽ അത് ലോങ് ടേം ആയിട്ട് മാറും. മെയിനായിട്ട് അൺലിസ്റ്റഡ് ഷെയർസ് ആണ്. കമ്പനികളുടെ ഏതെങ്കിലും ലിസ്റ്റ് ചെയ്യാത്ത കമ്പനിയുടെ ഷെയർ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ദെൻ അത് 24 മാസം വരെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ആ അസറ്റ് ഈ പറഞ്ഞ ഷോർട്ട് ടേം ആണ്. അത് കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് മാറും. അതുപോലെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇല്ലേ, മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീസ് ലൈക്ക് ലാൻഡ്, ബിൽഡിങ്, അതുപോലെ ലാൻഡും ബിൽഡിങ്ങും ഒരുമിച്ചുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടാവാം. അതും 24 മന്ത് വരെ ഷോർട്ട് ടേം, അത് കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ട് മാറും. ഓക്കെ, ഈ ഷോർട്ട് ടേം പറഞ്ഞപ്പോൾ തന്നെ ലോങ് ടേമിൻ്റെ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാതെ മാത്രമാണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് രണ്ടാമത്തെ കാറ്റഗറിയാണ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഇവിടെ ഈ അസറ്റുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിന് കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനി ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എനി ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ബൈ ദ ടാക്സ് പെയർ ഫോർ പീരീഡ് ഓഫ് മോർ ദാൻ 36 മന്ത് ആണ്. ഓക്കെ, ഈ പറയുന്ന ടാക്സ് പെയർ ഒരു അസറ്റ് 36 മാസത്തിലധികം ഹെൽഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഇയാൾ ഇത് വിൽക്കുന്നതിൻ്റെ മുമ്പ് 36 മാസത്തിലധികം അയാളുടെ കയ്യിൽ കീപ്പ് ചെയ്തിട്ടാണ് വിൽക്കുന്നതെങ്കിൽ ആ അസറ്റിന് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ദെൻ ഇതിനും എക്സംഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ ലിസ്റ്റഡ് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ അവിടെ ഈ 36 മന്തിന് പകരം 12 മന്ത് അല്ലേ 12 മാസത്തിലധികം ഉണ്ടോ, മോർ ദാൻ 12 മന്ത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ 12 മാസത്തിലധികം ഇക്വിറ്റി ഷെയറൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, 36 അല്ല, അതിന് പകരം 12 ആണ്. അതുപോലെ ഏതെങ്കിലും അൺലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയറുകൾ ഈ പറയുന്ന അസസിയുടെ കയ്യിലുണ്ട്, അത് 24 മാസത്തിലധികം കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ട് കൺസിഡർ ചെയ്യും? അത് ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യും. 24 വരെ അത് ഷോർട്ട് ടേം ആയിരിക്കും. അതുപോലെ തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിങ് 24 മാസത്തിലധികം കീപ്പ് ചെയ്തിട്ട് അല്ലേ 24 മാസത്തിലധികം അയാളുടെ കയ്യിൽ കീപ്പ് ചെയ്ത് ഹെൽഡ് ചെയ്തിട്ട് അയാൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. 24 മാസം വരെ എന്തായിരിക്കും? ഷോർട്ട് ടേം ആയിരിക്കും. ഓക്കെ, എനിബഡി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കും ഡൗട്ടില്ലല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. നമ്മളിവിടെ ഈ കേസിലൊക്കെ അവിടെ പറഞ്ഞു അല്ലേ, ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇവിടെ പറഞ്ഞു എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിങ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. എന്താ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സെയിൽ എന്നുള്ളതാണ് പറയുക അല്ലെ, വിൽക്കുന്നതിനാണ് അവിടെ ട്രാൻസ്ഫർ എന്ന് മീൻ ചെയ്യണത്. ഓക്കെ,
ദെൻ ഇവിടെ ഈ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞപ്പോഴും ക്യാപിറ്റൽ അസറ്റ് പറഞ്ഞപ്പോഴും അവിടെ ട്രാൻസ്ഫർ അവിടെ പറയുന്നുണ്ട് അല്ലേ, ഇമ്മീഡിയറ്റ്ലി പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ ട്രാൻസ്ഫർ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെയിൽസ് വരും. ഒരാളുടെ കയ്യിലുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് അയാൾ വിൽക്കുകയാണ്, അത് ട്രാൻസ്ഫർ ആണ്. എക്സ്ചേഞ്ച് ചെയ്യാണ്, ഒന്നിന് പകരം മറ്റൊന്ന് കൈമാറ്റം ചെയ്യാണ്, ബാർട്ടർ സിസ്റ്റം ഒക്കെ അല്ലേ, അതുപോലെ ഒന്ന് കൊടുത്ത് മറ്റൊന്ന് വാങ്ങുകയാണെങ്കിൽ അതും ട്രാൻസ്ഫർ ആണ്. റിലിംഗ്വിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ത്യജിക്കുക എന്നൊക്കെ പറയും, നമ്മൾ വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയില്ലേ, ദെൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും എന്താണ്, അതും ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ റിലിംഗ്വിഷ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും സെയിൽ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് എ ട്രാൻസ്ഫർ ആണ്. നെക്സ്റ്റ്, എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് ഇൻ എ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, ദെൻ അതിൻ്റെ റൈറ്റ്, ഇപ്പോൾ എന്തെങ്കിലും കോപ്പി റൈറ്റോ അത് പേറ്റൻറ്റ് ലൈസൻസ് പോലുള്ള എന്തെങ്കിലും ഒരു അവകാശം, ഓക്കെ, ആ റൈറ്റ്സ് എന്ത് ചെയ്യാണ്, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാണ്. എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക, നശിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എക്സ്റ്റിങ്ക്വിഷിൻ്റെ മീനിങ്. പക്ഷേ ഇവിടെ നശിപ്പിക്കല്ല, ആ അസറ്റല്ല നശിപ്പിക്കുന്നത്, അയാൾക്ക് അതിലുള്ള റൈറ്റ് ആണ് അവിടെ നശിപ്പിക്കുന്നത്. അവിടെ നശിപ്പിക്കാൻ മീൻസ് അത് വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു അവിടെ ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ് അവിടെ വരിക മെയിനായിട്ട്. എക്സ്റ്റിങ്ക്വിഷ്മെൻറ്റ് ഓഫ് എനി റൈറ്റ് ഇൻ എ ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റിലുള്ളൊരു അവകാശം അയാൾ എന്ത് ചെയ്യാണ്, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അത് ട്രാൻസ്ഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, കമ്പൽസറി അക്വിസിഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് അണ്ടർ എനി ലോ ആണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഇവിടെ പുതിയ റോഡ് വരുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് കോഴിക്കോട് ഒരു ഹൈവേ വരുന്നുണ്ട്. ഓക്കെ, അതൻ ഇവിടെ ഈ പോണ വഴിക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സ്ഥലം പോയിട്ടുണ്ട്. അത് കമ്പൽസറി അക്വിസിഷൻ ആണ്. ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഏറ്റെടുക്കുകയാണ്. കമ്പൽസറി അക്വിസിഷൻ ആണ്. അങ്ങനെ കമ്പൽസറി അക്വിസിഷൻ ചെയ്ത് കഴിഞ്ഞാലും അതും ട്രാൻസ്ഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. മനസ്സിലായോ? നിയമപ്രകാരമുള്ള കമ്പൽസറി അക്വിസിഷന് ഗവൺമെൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ദെൻ അതും, ഇപ്പം എൻ്റെ പേരിലുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അക്വയർ ചെയ്താൽ ദെൻ അതും ട്രാൻസ്ഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർക്ക് അങ്ങനെ സ്ഥലം വിറ്റിട്ട് പൈസ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ ആ കിട്ടുന്ന പൈസ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതിനും ട്രാൻസ്ഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ്, കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻ ടു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ മാത്രമാണ്, ഇപ്പോൾ എനിക്ക് ഒരു അസസിക്ക് ഒരു കാറ് വിൽക്കുന്ന ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കാം. കാറ് സെയിൽ ചെയ്യുന്ന ബിസിനസ്സാണ്. ദെൻ അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവില്ല, കുറേ ഒരുപാട് സ്റ്റോക്കുകൾ അവിടെ അയാൾക്ക് വിൽക്കാൻ വേണ്ടി ഒരുപാട് കാറ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവാം. ഇനി ഈ അസസിക്ക്, ഈ പറയുന്ന വ്യക്തിക്ക് എന്തുണ്ട്, ഒരു കാറ് സ്വന്തമായിട്ട് അയാളുടെ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു അസറ്റ് ഉണ്ട്. ഒക്കെ ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്. നമുക്ക് ഈ കാറിൻ്റെ ഒഴിവാക്കിയിട്ട് വേറെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ബിസിനസ് എന്താ അറിയോ? റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥലക്കച്ചവടല്ലേ? യെസ്, സ്ഥലക്കച്ചവടമാണ് അല്ലേ. നമ്മൾ ലാൻഡ് സെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൽ എന്തായിരിക്കും അവരോട് സെയിൽ ചെയ്യുന്നത്? ഇപ്പോൾ ഒരാളുണ്ട്, ഒരു അസസി ഉണ്ട്, അയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ അയാൾ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ. ആ സ്ഥലങ്ങളൊക്കെ എന്താണ്, ഈ പറഞ്ഞ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അയാൾക്ക് വിൽക്കാൻ വേണ്ടി അയാൾ വാങ്ങി വെച്ച സ്ഥലങ്ങളാണ്, അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഇനി അയാൾക്ക് തന്നെ ആ ബിസിനസ്സുള്ള ഈ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ബിസിനസ്സുള്ള ആൾക്ക് അയാൾ സ്വന്തമായിട്ട് അയാളുടെ പേരിലുള്ളൊരു അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണലായിട്ട് അയാൾ യൂസ് ചെയ്യുന്ന, ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, അയാളുടെ പേരിലുള്ള അയാൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ സ്ഥലം അയാൾ എന്ത് ചെയ്യുകയാണ്, അയാളുടെ ബിസിനസ്സിലോട്ട് അയാൾ സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. മനസ്സിലായോ? അതാണ് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റ് അയാളുടെ സ്വന്തം അയാളുടെ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തിരുന്ന സ്ഥലമാണ്. ആ സ്ഥലം എന്ത് ചെയ്യാണ്, അയാൾ നേരെ സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ആ ക്യാപിറ്റൽ അസറ്റിനെ സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്താൽ അതിനെയും ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്, ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, ആ ക്യാപിറ്റൽ അസറ്റിനെ അയാളുടെ ബിസിനസ്സിലെ സ്റ്റോക്ക് ഇൻ ട്രേഡായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ്, പാർട്ട് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആണ്. പാർട്ട് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. ഈ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 3rd സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. ബിസിനസ് റെഗുലേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ ഈ സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ അല്ലേ. എന്താണ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും, ബയ്യറും സെല്ലറും തമ്മിലായിരിക്കും. ദെൻ അങ്ങനെ
ആ കോൺട്രാക്റ്റ് ഓഫ് സെയിലിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം പെർഫോം ചെയ്യുകയാണ്. ദ ആക്ട് ഗിവിംഗ് പൊസഷൻ ഓഫ് ആൻ ഇമൂവബിൾ പ്രോപ്പർട്ടി ഇൻ എ പാർട്ട് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ ആണ്. ഓക്കെ, നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൻ്റെ കേസിൽ അങ്ങനെ ഈ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ റൈറ്റ് അല്ലേ, അതിൻ്റെ പൊസഷൻ എന്ത് ചെയ്യാണ്, ഒരാൾക്ക് കൈമാറ്റം ചെയ്യാണ്. ഓക്കെ, അത് പാർട്ട് പെർഫോമൻസ്, അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും അതിനെയും ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നെക്സ്റ്റ്, എനി ട്രാൻസാക്ഷൻ വിച്ച് ഹാസ് എനാബിൾഡ് ദ എൻജോയ്മെൻറ്റ് ഓഫ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട് അല്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലാൻഡ്, ബിൽഡിംഗ് പോലുള്ളതിനെയാണ് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയാം. അങ്ങനെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാൻ ഉള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയും ട്രാൻസ്ഫർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു സ്ഥലമുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു അസസിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ് ഉപയോഗിക്കാനുള്ള എൻജോയ് ചെയ്യാനുള്ള ഒരു അവകാശം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ ആ എനാബിൾ ദ എൻജോയ്മെൻറ്റ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ നെക്സ്റ്റ് വേറൊന്നാണ് മെച്യൂരിറ്റി ഓർ റിഡംഷൻ ഓഫ് സീറോ കൂപ്പൺ ബോണ്ടാണ്. ഓക്കെ, ഏതെങ്കിലും സീറോ കൂപ്പൺ ബോണ്ട് അതിനെയും അത് മെച്യൂർ ആവുകയാണ്, റിഡംഷൻ ചെയ്യുകയാണ്. എന്താ റിഡംഷൻ എന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ടാവും അല്ലേ? റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ട് റീപേ ചെയ്യാണ് അല്ലെങ്കിൽ റിഡംഷൻ ചെയ്യണ അതിനെയും നമ്മൾ ട്രാൻസ്ഫർ ആയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബോണ്ട് വാങ്ങിയിട്ടുണ്ട് വിചാരിക്കാം. ആ ബോണ്ട് 10 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് റിഡീം ചെയ്യും അല്ലേ? അതിനെയാണ് റിഡംഷൻ എന്ന് പറയുക. അത് തിരിച്ചെന്ത് ചെയ്യുക, കമ്പനി വാങ്ങും. ദെൻ ആ സംഭവത്തിനെ തിരിച്ച് വാങ്ങണീനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, അതിനെ ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ട്രാൻസ്ഫർ. അല്ലെ, ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐറ്റംസ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമ്മളുടെ ക്യാപിറ്റൽ ഗെയിനിൽ പ്രധാനമായിട്ടും വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യണത്. അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ ഫുൾ വാല്യൂ സെയിൽ കൺസിഡറേഷൻ ആണ്. ഫുൾ വാല്യൂ സെയിൽ കൺസിഡറേഷൻ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഐറ്റംസ്? പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുമ്പോൾ ആ വിൽക്കണ സമയത്ത് അതിൽ നിന്നും എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതാണ് ക്യാപിറ്റൽ ഗെയിനിലെ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഹെഡിൽ ടാക്സബിൾ ആണ് അല്ലേ? അപ്പോൾ ആ വസ്തു എന്താണോ ക്യാപിറ്റൽ അസറ്റ്, ആ ക്യാപിറ്റൽ അസറ്റ് ഞാൻ എത്ര രൂപക്കാണോ അല്ലെങ്കിൽ അസസി എത്ര രൂപക്കാണോ സെയിൽ ചെയ്തത്, ഓക്കെ, അതിനെയാണ് ഫുൾ വാല്യൂ സെയിൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ സെയിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതാണ് ദിസ് ഈസ് ദ എമൗണ്ട് ഫോർ വിച്ച് ക്യാപിറ്റൽ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് അല്ലേ? ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്ര രൂപക്കാണ്, ഏത് എമൗണ്ടിനാണോ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണത് അതിനെയാണ് ഫുൾ വാല്യൂ സെയിൽ ഓഫ് കൺസിഡറേഷൻ അല്ലെങ്കിൽ സെയിൽ കൺസിഡറേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ദ സെയിൽ വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ആണ്. എത്ര രൂപക്കാണോ ആ ക്യാപിറ്റൽ അസറ്റ് വിറ്റത്, ദെൻ ദാറ്റ് ഈസ് കോൾഡ് ഫുൾ വാല്യൂ സെയിൽ കൺസിഡറേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി രണ്ടാമത്തത് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ആണ്. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്ഥല കച്ചവടമൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ പേരിലൊക്കെ ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സ്ഥലം വിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് കൊടുക്കേണ്ടി വരും, അതിൻ്റെ ഇടനിലക്കാരായിട്ട് പല ആൾക്കാരും ചിലപ്പോൾ വരാം അല്ലേ? ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ദെൻ അവർക്ക് ബ്രോക്കർമാരൊക്കെ ഉണ്ടാവാം. അങ്ങനെ കമ്മീഷൻ ഏജൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും, അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലവുകൾ കൊടുക്കേണ്ടി വരും, എക്സ്പെൻസുകൾ കൊടുക്കേണ്ടി വരും അല്ലേ? അതുപോലെ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പൈസ വേറെ ഉണ്ടാവും, ട്രാവൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് പൈസ ഈ പറയുന്ന എക്സ്പെൻസുകൾ ഈ ഒരു വിൽപ്പനയുമായിട്ട്, ഈ ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇറ്റ് മീൻസ് എനി എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഹോൾലി ഓർ എക്സ്ക്ലൂസീവ്ലി, അതിനു വേണ്ടിയാട്ടോ, മൊത്തമായിട്ടും എക്സ്ക്ലൂസീവ്ലി കണക്ഷൻ വിത്ത് സച്ച് ട്രാൻസ്ഫർ. ഈ മുകളിൽ പറഞ്ഞ ആ സെയിലുമായിട്ട് ബന്ധപ്പെട്ട്, ആ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ സെയിൽ കൺസിഡറേഷൻ കുറക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഓക്കെ,
ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപയാണ് ഒരു സ്ഥലം വിറ്റപ്പോൾ കിട്ടിയത്. അതിൽ 50,000 രൂപ ഈ പറഞ്ഞ ബ്രോക്കറേജ് ആയിട്ടോ കമ്മീഷനായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു, ട്രാവലിംഗ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ലക്ഷത്തിൽ നിന്ന് ഈ 50,000 രൂപ എന്ത് ചെയ്യാം, സംഭവിച്ച എക്സ്പെൻസ് കുറക്കാൻ പറ്റും. അതാണ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഈ പറയുന്ന സെയിൽസുമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ കുറക്കാം. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിളിൽ ഇപ്പോൾ പറഞ്ഞുകൂടെ ഞാനൊരു അസറ്റ് വിറ്റു 10 ലക്ഷം രൂപക്ക് എന്ന് പറഞ്ഞു. ഒരു സ്ഥലമായിരുന്നു, ആ സ്ഥലം 10 ലക്ഷം രൂപക്ക് വിറ്റു എന്ന് വിചാരിക്കാം. ആ സ്ഥലം ഞാൻ വാങ്ങിയ വാങ്ങിയിട്ടാണല്ലോ വിൽക്കുക. അപ്പോൾ ഞാൻ കുറേ മുമ്പ് അത് വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് വാങ്ങിയപ്പോൾ ഞാൻ ആ സ്ഥലത്തിനൊരു പൈസ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ആ സ്ഥലം വാങ്ങാൻ അക്വയർ ചെയ്യാൻ ഒരു പൈസ ഞാൻ ചിലവാക്കിയിട്ടുണ്ടാവും. അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പാണ് ഞാൻ ആ സ്ഥലം വാങ്ങിയത്. ഇന്ന് 10 ലക്ഷത്തിന് വിറ്റ സ്ഥലം ഞാനൊരു 10 വർഷം മുമ്പ് ഒരു 2-3 ലക്ഷത്തിന് അല്ലെങ്കിൽ 3 ലക്ഷത്തിന് വാങ്ങിയ സ്ഥലമാണെന്ന് വിചാരിക്കുക. ആ 3 ലക്ഷമാണ് എന്ത് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. So cost of acquisition of an asset is the sum total of amount spent for acquiring the capital asset ആണ്, that capital asset. അപ്പോൾ ഇവിടെ വിറ്റു എന്ന് പറഞ്ഞില്ലേ, സെയിൽ ഇല്ലേ, വിറ്റു എന്ന് പറഞ്ഞ ആസെറ്റ് വാങ്ങാൻ വേണ്ടി ചിലവാക്കിയ സം ടോട്ടൽ ഓഫ് എമൗണ്ട് സ്പെൻഡ് ഫോർ അക്വയറിങ് ദാറ്റ് ക്യാപിറ്റൽ അസെറ്റ് ആണ്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിനായിട്ട് വരിക പർച്ചേസ് പ്രൈസ് വരും, എക്സ്പെൻസ് ഇൻക്വേർഡ് അപ് ടു അക്വയറിംഗ് ഡേറ്റിലെ ആ പറഞ്ഞ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ. ഇപ്പോൾ ലാൻഡൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. രജിസ്ട്രേഷന് മുദ്ര പേപ്പർ, അതിൻ്റെ സ്റ്റാമ്പ് പേപ്പർ കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. ദെൻ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസുകൾ മേ ബി വന്നേക്കാം. അതും ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്യും. പർച്ചേസ് പ്രൈസ്, ആ സ്ഥലത്തിന് കൊടുത്ത പൈസ, സ്ഥലം മാത്രമല്ല ഗോൾഡൊക്കെ വരും കേട്ടോ, ആ ഗോൾഡിന് കൊടുത്ത പൈസ, ബാക്കിയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഓക്കെ, അതായത് ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്യാൻ ചിലവായ പൈസ, അതെന്നാണോ അക്വയർ ചെയ്തത് ആ അക്വയർ ചെയ്ത അന്ന് അതിന് ചിലവായ പൈസയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2010 ഞാനൊരു സ്ഥലം വാങ്ങി എന്ന് വിചാരിക്കാം. സ്ഥലം മീൻസ് ഒരു ബിൽഡിംഗ് ഉള്ളൊരു സ്ഥലമാണ് വാങ്ങിയത്. ഓക്കെ, 2015 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് ആ ബിൽഡിങ്ങിൽ കുറച്ച് പണിയൊക്കെ നടത്തി. അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ്, അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് എന്താ പറയുക ക്യാഷൊക്കെ ഇറക്കിയിട്ട് അതിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി. ഓക്കെ, അതിന് ചിലവായ പൈസനെ പറയുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയും. സോ ദ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് മീൻസ് all expenditure of capital nature incurred in making additions or alterations to the capital asset ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ അസറ്റിൽ എന്തെങ്കിലും ഓൾട്രേഷൻസോ എന്തെങ്കിലും അഡീഷൻസ് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുക. ഓക്കെ, ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം എടുക്കുകയാണെങ്കിൽ അതിന് ചിലവായ ഓൾ എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ നേച്ചർ ആട്ടോ, ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചറുകളാണ് നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ദീസ് ആർ മെയിൻ ഐറ്റംസ് ഇൻ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്കിനി, നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 2 രീതിയിലുള്ള ക്യാപിറ്റൽ അസറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 2 രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വിറ്റാൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഗെയിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ദാറ്റ് മീൻസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മളിപ്പോൾ ഇവിടെ മുകളിൽ നേരത്തെ ഇപ്പോൾ മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഫുൾ വാല്യൂ സെയിൽ കൺസിഡറേഷൻ എന്താണെന്നുള്ളത് ആദ്യം എടുത്ത് എഴുതി വെക്കുക. അപ്പോൾ ഒരു അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിൽ എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, ഇനി ആ വസ്തു, ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ അസറ്റ് വിൽക്കണവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കമ്മീഷൻ കൊടുക്കുകയോ ബ്രോക്കറേജ് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന എക്സ്പെൻഡിച്ചറുകൾ എന്ത് ചെയ്യാം, നമുക്കതിൽ നിന്ന് കുറക്കാം.
ഓക്കെ, അത് നമ്മൾ വിറ്റ പൈസയിൽ നമുക്ക് കുറക്കാൻ പറ്റും, നമുക്ക് കിട്ടിയ പൈസയിൽ നിന്ന് കുറക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഫിഗറാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയും. സെയിൽ കൺസിഡറേഷന് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് കുറക്കുക, കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ച് ഐറ്റംസ് ലെസ് ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിറ്റ വസ്തു മുൻപെന്നോ വാങ്ങിയിട്ടുണ്ടാവും അല്ലേ, ആ വാങ്ങിയപ്പോൾ ചിലവായ പൈസയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു. കോസ്റ്റ് ഓഫ് അക്വിസിഷന് നമ്മൾ ഇന്നർ കോളത്തിൽ ചെയ്താൽ എത്രയാണോ അന്ന് വാങ്ങിയപ്പോൾ ചിലവായ പൈസ, ഈ വിറ്റ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ വിറ്റ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ വാങ്ങിയ സമയത്ത് കൊടുത്ത പൈസ, അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, അതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ, ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് രണ്ടും പാടെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലോട്ട് ചെയ്താൽ, എന്നിട്ട് ആ ചിലവായ പൈസയും കോസ്റ്റ് ഓഫ് അക്വിസിഷനും അല്ലെ, കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റും കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഈ നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ത് ചെയ്യുക, ലെസ് ചെയ്യണം. അങ്ങനെ ലെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് നമുക്ക് കുറക്കാൻ പറ്റുന്ന, ലെസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് എക്സംഷൻസ് ഉണ്ട്. അതിൽ 54B ഉണ്ട് അണ്ടർ സെക്ഷൻ, 54D ഉണ്ട്, 54G ഉണ്ട്, 54GA ഉണ്ട്. ഇത് പ്രകാരമുള്ള എക്സംഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ ടാക്സബിൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് ടാക്സബിൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അല്ലേ. ഓക്കെ, നോക്കാം. മിസ്റ്റർ എ bought gold for rupees 2,50,000 in 2022 and paid commission of rupees 5,000 and sold it for rupees 2,75,000 in 2023. He spent rupees 10,000 for covering and polishing ആണ്. കമ്പ്യൂട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു, 2022 2,50,000 രൂപക്ക് കുറച്ച് ഗോൾഡ് വാങ്ങി, കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്തു. ഓക്കെ, ദെൻ ഈ ഗോൾഡ് അയാൾ എന്ത് ചെയ്തു, 2,70,000 രൂപക്ക് അത് വിറ്റു. ഓക്കെ, 2,70,000 എന്നാ വിറ്റത്, 2023 വിറ്റു. ദെൻ അന്ന് ഈ 2023 ഈ പറയുന്ന ഈ സാധനം വിൽക്കുന്ന സമയത്ത് ആ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട അയാൾക്കൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു, 5,000 രൂപ. ഓക്കെ, ആ ഒരു ഗോൾഡ് വിൽക്കുന്ന സമയത്ത് അത് വിൽക്കാൻ വേണ്ടി സഹായിച്ച ആൾക്കൊരു കമ്മീഷൻ കൊടുക്കേണ്ടി വന്നു, 5,000 രൂപ. ഓക്കെ, അതുപോലെ ഇയാൾ ഈ ഗോൾഡ് വാങ്ങിയതിന് ശേഷം അത് പോളിഷ് ചെയ്യാനും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അയാൾ 10,000 റുപ്പീസ് അതിന് വേണ്ടി ചിലവാക്കിയിട്ടുമുണ്ട്. ഓക്കെ, ഈ ഗോൾഡ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ? എൻ്റെ ചോദ്യം ഇതാണ്. ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ഷോർട്ട് ടേം. ഷോർട്ട് ടേം ആണ്. വൈ, എന്തുകൊണ്ടാണ് ഷോർട്ട് ടേം എന്ന് പറയാൻ കാരണം? ഒരു വർഷമല്ലേ അതെടുത്തിട്ടുള്ളൂ. എന്നാ പർച്ചേസ് ചെയ്ത് 2022 അല്ലേ, 22 പർച്ചേസ് ചെയ്ത് എന്നാ വിൽക്കണത് 23 ദാറ്റ് മീൻസ് അവിടെ 1 ഇയർ ആകെ അയാൾ കീപ്പ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 1 ഇയർ കീപ്പ് ചെയ്താൽ ലോങ് ടേം ആവുന്ന ഷോർട്ട് ടേം ആവുന്ന കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ്സ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്, ക്യാപിറ്റൽ അസറ്റ് ആണ്. സോ ആ ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് കിട്ടുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാനിത് മാത്രം ഇവിടെ നിന്ന് ചെയ്തുതരാം. നമ്മൾ ആദ്യം സെയിൽ കൺസിഡറേഷൻ ചെയ്താൽ അല്ലേ, 2,75,000 ആണ് നമുക്ക് ഈ അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ, ഈ ഗോൾഡ് നമുക്ക് വിറ്റപ്പോൾ കിട്ടിയത് സെയിൽ കൺസിഡറേഷൻ 2,75,000 ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ഗോൾഡ് വിൽക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് കുറച്ച് എക്സ്പെൻസ് ചിലവായിട്ടുണ്ട്, കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്, 5,000 റുപ്പീസ്. അത് അയാൾക്ക് ലെസ് ചെയ്യാം. ലെസ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ എത്രയാണ്, 5,000 റുപ്പീസ് അയാൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്, 5,000 റുപ്പീസ്. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്നതാണത് നെറ്റ് സെയിൽ കൺസിഡറേഷൻ 2,70,000. ഈ 2,75,000 അയാൾ അതിൻ്റെ എക്സ്പെൻസ് ആയിട്ടുള്ള 5,000 മൈനസ് ചെയ്തപ്പോൾ 2,70,000 എന്നുള്ളത്
നെറ്റ് സെയിൽ കൺസിഡറേഷൻ ആണ്. അപ്പോൾ നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സെയിൽസ് കൺസിഡറേഷൻസിന് എത്രയാണോ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത്, അത് ആ ഒരു ട്രാൻസ്ഫറുമായിട്ട് സംബന്ധിച്ച് വന്ന എക്സ്പെൻസ് എത്രയാണോ അത് കുറച്ചാൽ മതി. ഓക്കെ, ഇനി ലെസ് ചെയ്യേണ്ടത് എന്താണ്? 2 ഐറ്റംസ് ആണ്. ഒന്ന് നമുക്ക് അക്വിസിഷൻ അല്ലേ, കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും, രണ്ടാമത്തെ ഏതാ? പിന്നെ പോളിഷിങ്ങിനും യെസ്, കവറിങ്ങിനും വന്ന അതിനെന്താ പറയാ? ഇംപ്രൂവ്മെന്റ്. യെസ്, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അതുമാണ് നമുക്ക് കുറക്കാനുള്ളത്. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇയാൾ 2022 ഈ ഗോൾഡ് വാങ്ങുന്നത് 2,50,000 രൂപക്കാണ്, 2,50,000 റുപ്പീസിനാണ് അല്ലേ? അത് കുറക്കാൻ പറ്റും. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിന് അയാൾ ഈ പോളിഷിങ്ങിനും ഈ പറഞ്ഞ കവറിങ്ങിനും വേണ്ടി ചിലവാക്കിയത് 10,000 റുപ്പീസാണ്. അപ്പോൾ ആ 10,000 കൂടി അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. അങ്ങനെ 2,60,000 റുപ്പീസ് അയാൾക്ക് ഈ ഒരു നെറ്റ് സെയിൽസ് കൺസിഡറേഷനിൽ അയാൾക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടിയ വാല്യൂ ആണ് 10,000 റുപ്പീസാണ്. ദിസ് വിൽ ബി ദ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് മറ്റുള്ള ഐറ്റംസ് തരാത്തതുകൊണ്ട്, ആ എക്സംഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ എക്സംഷൻസ് ഒന്നും കുറയ്ക്കേണ്ട ആവശ്യം ഇല്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ തരാം. മിസ്റ്റർ സൗരവ് സോൾഡ് ഹിസ് പ്രോപ്പർട്ടി ജാനുവരി 2024. ഓക്കെ, അറ്റ് ₹50 lakh. സൗരവ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് ചെയ്തു? അയാളുടെ ഒരു പ്രോപ്പർട്ടി അയാൾ 2024 ജാനുവരിയിൽ അയാൾ സെയിൽ ചെയ്തു. എത്ര രൂപക്കാ? 50 ലക്ഷത്തിനാണ് അയാൾ സെയിൽ ചെയ്തത്, 50 lakh റുപ്പീസിനാണ്. ഓക്കെ, വിച്ച് ഹി ഹാഡ് പർച്ചേസ്ഡ് ഇൻ ഡിസംബർ 2023. അയാളിത് വാങ്ങിയതെന്നാ 2023 ഡിസംബറിലാണ് അയാളിത് പർച്ചേസ് ചെയ്തത്. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 30 lakhs ആണ്, 30 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഈ സൗരവ് 2023 ഡിസംബറിൽ പർച്ചേസ് ചെയ്തത്. ഓക്കെ, ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ഷോർട്ട് ടേം ആണ്. വൈ? ഡിസംബർ 2023 വാങ്ങി 1 year ഉള്ളൂ, 24 months ആവണം മൂവബിൾ ആണെങ്കിൽ. യെസ്, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ 1 year ഇയാളത് കീപ്പ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഹീ സ്പെൻഡ് അറൗണ്ട് ₹2 lakh ഓൺ ദി ഹൗസ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞൊരു ഹൗസ് പ്രോപ്പർട്ടിയാണ് അസ്യൂം ചെയ്യുക. ഇയാൾ ഈ പറയുന്ന വീട് അയാൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ചിലവാക്കിയിട്ടുണ്ട്. ഹീ സ്പെൻഡ് അറൗണ്ട് ₹2 lakh ഓൺ ഹൗസ് ഇംപ്രൂവ്മെൻ്റ് ആണ് ഡ്യൂറിങ്. അയാളുടെ കയ്യിൽ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ അയാളുടെ ഓണർഷിപ്പിൽ കിടക്കുന്ന സമയത്ത് ആ ഹൗസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുത്തിയിട്ടുണ്ട്. 2 ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇയാളത് വിൽക്കുന്ന സമയത്ത് 30 ലക്ഷത്തിന് വാങ്ങി അയാൾ 50 ലക്ഷത്തിന് വിറ്റു എന്ന് പറഞ്ഞില്ലേ? ആ വിറ്റ സമയത്ത് അതിന് ബ്രോക്കറേജ് ആയിട്ട് അയാൾ ബ്രോക്കറിനെ വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രോക്കറായിരിക്കും അതിൽ വിറ്റ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ബ്രോക്കറേജ് ആയിട്ട് 0.5%, 0.5 എന്ന് പറഞ്ഞാൽ 0.5% കേട്ടോ, 0.5 എന്ന് പറഞ്ഞാൽ 50% അല്ല, ദെൻ 0.5%, 1/2. ഓക്കെ, എന്ത് കൊടുത്തിട്ടുണ്ട്? സെയിൽ പ്രൈസ് 50 ലക്ഷം, 50 ലക്ഷത്തിൻ്റെ 0.05% എന്ത് കൊടുത്തു? അയാൾ കമ്മീഷനായിട്ട് ബ്രോക്കറേജ് ആയിട്ട് അയാൾക്ക് ചിലവ് വന്നിട്ടുണ്ട്. അത് നെറ്റ് സെയിൽ കൺസിഡറേഷൻ ആക്കി മാറ്റാനുള്ളൊരു സംഭവമാണ് അല്ലേ? സെയിൽ കൺസിഡറേഷന് എക്സ്പെൻസ് കുറക്കാമെന്ന് പറഞ്ഞില്ലേ? ഇനി വാട്ട് വിൽ ബി ഹിസ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ആണ്. എന്താണ് ഇയാളുടെ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ദെൻ ഇവിടെ നോക്കാം. ഇൻ ദിസ് ഇല്ലുസ്ട്രേഷൻ ദ ഗിവൺ അച്ചീവ്ഡ് ഓൺ ദിസ് പ്രോപ്പർട്ടി ഇറ്റ്സ് 2 years ഹോൾഡിംഗ് പീരീഡ് വിൽ ബി കൺസിഡർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ആൻസർ ചെയ്യണോ? നിങ്ങൾ ചെയ്യണോ? ഹലോ, 0.5% പറയുമ്പോ എന്ത് ചെയ്യും? 0.5% പറയാം. ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ ബ്രോക്കറേജ് ഓഫ് 0.5%. 0.5% എന്ന് പറഞ്ഞാൽ 50 ലക്ഷത്തിൻ്റെ, ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് സെയിൽ പ്രൈസിൻ്റെ 0.5%. അപ്പോൾ ഇവിടെ സെയിൽ പ്രൈസ് എത്രയാണ്? 50 ലക്ഷം. 50 ലക്ഷത്തിൻ്റെ 0.5% കണ്ടെത്തുക. 50 ലക്ഷം ഇൻറ്റു 0.25%, 25,000. അതാണ് അവിടെ ആ എക്സ്പെൻസ് വരിക. ചെയ്യണോ? നിങ്ങൾ ചെയ്തോളിങ്ങ. താഴെ ഹെഡ് ചെയ്യാൻ കൊടുക്കും.
ചെയ്യല്ലേ അതോ കാണിച്ചെന്നാൽ മതിയോ? എന്താ വേണ്ടി? ചെയ്യല്ലേ? ആ ചെയ്തോളൂ. ഹെഡിങ് കൊടുത്തോളിയും കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? സെയിൽ കൺസിഡറേഷൻ. യെസ്, സെയിൽസ് കൺസിഡറേഷൻ എഴുതി വെച്ചോ. സെയിൽസ് കൺസിഡറേഷൻ ഇന്നർ കോളം ഔട്ടർ കോളൊക്കെ വേണം കേട്ടോ. ഔട്ടർ കോളത്തിൽ സെയിൽസ് കൺസിഡറേഷൻ എഴുതിയിട്ട് എമൗണ്ട് എഴുതി വെച്ചാൽ ഔട്ടർ കോളത്തിൽ എത്രയാണ് സെയിൽസ് കൺസിഡറേഷൻ? എത്രയാണ്? 50 lakh. 50 ലാക്ക്. ഔട്ടർ കോളത്തിൽ 50 ലക്ഷം കൊടുക്കാം. സെയിൽസ് കൺസിഡറേഷൻ 50 ലാക്ക്. ഇനി അതിന് എന്ത് കുറക്കാം? അതിന് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ ആക്കണം അല്ലേ? എന്ത് കുറക്കാം? യെസ്, ലെസ് എക്സ്പെൻസസ് എന്ന് കൊടുക്കുക. ലെസ് എക്സ്പെൻസസ്. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തോ ബ്രോക്കറേജ് എന്ന് കൊടുക്കാം. ലെസ് എക്സ്പെൻസസ് ബ്രാക്കറ്റിൽ ബ്രോക്കറേജ് എന്ന് കൊടുക്കുക. എത്ര വരിക? 50 ലക്ഷം ഇൻറ്റു 0.5 ഡിവൈഡ് ബൈ 100. അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഇൻറ്റു 0.5 ചെയ്താൽ 50% വരിക. അത് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 0.5% എന്ന് പറഞ്ഞാൽ 50 ലക്ഷം ഇൻറ്റു 0.5 ഡിവൈഡ് ബൈ 100 തന്നെ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 25,000 കിട്ടുക. ഓക്കെ, 25,000 ഔട്ടർ കോളത്തിൽ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക, മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തപ്പോൾ എത്ര എഴുതുന്നത്? 4,75,000. യെസ്, 4,75,000. 47,50,000 അല്ലേ വരിക? 47,50,000. അല്ലല്ലോ, 49 അല്ലേ വരിക? 49,75 അല്ലേ വരിക? അല്ലേ? യെസ്, 49,75,000 അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. ഓക്കെ, ഇനി താഴെ എന്ത് ചെയ്യണം? ലെസ് കൊടുക്കാം. ലെസ് എന്തൊക്കെ ലെസ് ചെയ്യാൻ പറ്റിയതിൽ? ലെസ് എന്താ ചെയ്യുക? ഫസ്റ്റ് വൺ നമ്പർ. യെസ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് പിന്നെ അക്വിസിഷൻ. യെസ്, ആദ്യം നമ്പർ 1 എടുക്കുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്ര? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 30 lakh. 30 ലാക്ക്. lakh. ഇന്നർ കോളത്തിൽ എഴുതാം 30 ലാക്ക്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 30 ലാക്ക് ഇന്നർ കോളത്തിൽ. ഇനി എന്തും കൂടി കുറക്കാൻ പറ്റും? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓക്കെ, ഈ പ്രോബ്ലത്തിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എത്ര? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് 2 lakh. 2 ലാക്ക് റുപ്പീസ്. ഓക്കെ, അപ്പോൾ രണ്ടും പാട് ആഡ് ചെയ്യാം. ഇന്നർ കോളത്തിൽ അണ്ടർലൈൻ ചെയ്തിട്ട് നേരെ ആ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിന്റെ നേരെ ഔട്ടർ കോളത്തിലോട്ട് എഴുതാം. 2 ലാക്ക് എത്ര വരിക ടോട്ടല്? 32 lakh. 32 ലാക്ക്. യെസ്, ഔട്ടർ കോളത്തിൽ 32 ലാക്ക് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. കുറച്ച് നോക്ക് എത്ര വരുന്നത്? നെറ്റ് സെയിൽ കൺസിഡറേഷന് ഈ 32 ലാക്ക് മൈനസ് ചെയ്യാം. എത്രയാ ആൻസർ? കിട്ടിയോ? 17 lakh 17 ലാക്ക് 75. 75. 17,75,000 നമുക്ക് ആൻസർ കിട്ടുക. ദാറ്റ് വിൽ ബി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരികയാണെങ്കിൽ സുഖമാണ്. ഇനി ലോങ് ടേം വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ ഇതിൽ ചെറിയൊരു മാറ്റം വരും. ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നുള്ളടത്ത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആവും. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളടത്ത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആവും. ആ ഒരു ചേഞ്ചസ് ആണ് ലോങ് ടേം ആകുമ്പോൾ സംഭവിക്കുക. നമുക്ക് അടുത്ത ദിവസം അത് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, മിസ്റ്റർ അഫ്സൽ ബോട്ട് 5,000 ഇക്വിറ്റി ഷെയർസ് ഇൻ എ കമ്പനി ഓൺ 16th August 2022. ഓക്കെ, അഫ്സൽ എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു? 5,000 ഇക്വിറ്റി ഷെയർസ് വാങ്ങി ഒരു കമ്പനിയുടെ. ഓക്കെ,
16th August 2022, 16 ഓഗസ്റ്റ് 2022 വാങ്ങിയത്. അറ്റ് ₹50 പെർ ഷെയർ ആണ്. ഒരു ഷെയറിന് കൊടുത്തത് 50 രൂപയാണ്. അപ്പോൾ 50 ഇൻറ്റു 5000 അതായിരിക്കും അയാൾക്ക് വന്ന ചിലവായ പൈസ. ഓക്കെ. ഹി ആൾസോ പെയ്ഡ് ബ്രോക്കറേജ് ഓഫ് ₹3 പെർ ഷെയർ ആണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഈ പറയുന്ന സ്റ്റോക്ക് വാങ്ങുമ്പോൾ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരസ്യങ്ങളിലൊക്കെ ആപ്പ് സ്റ്റോക്ക്, സിറോദ പോലുള്ള ഒരുപാട് അല്ലേ ആപ്പുകളുണ്ട്. ആപ്പ് മീൻസ് ബ്രോക്കേഴ്സ് ആണ്. അവർക്ക് നമ്മൾ എത്ര ഈ സ്റ്റോക്കുകൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ അവർക്ക് ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഷെയറിന് 3 രൂപ അയാൾ ബ്രോക്കറേജും കൊടുത്തു. ഓക്കെ. ഓൺ 14th June 2023 he sold 4,000 ഷെയർസ് ആണ്. ഈ 5000 ഷെയർ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ 2023 ജൂൺ 14 ആയപ്പോൾ അയാൾ ആ 5000 ഷെയർസിൽ 4000 എന്ത് ചെയ്തു അയാൾ വിറ്റു. എത്ര രൂപക്കാണ് വിറ്റത്? 75 പൈസക്കാണ്. ഓക്കെ. വിറ്റ സമയത്തും അയാൾ എന്ത് ചെയ്തു ബ്രോക്കറേജ് കൊടുക്കേണ്ടി വന്നു. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ ബ്രോക്കേഴ്സിന് ബ്രോക്കറേജ് കൊടുക്കേണ്ടി വരും കേട്ടോ ഈ ഷെയറിൻ്റെ കേസിലൊക്കെ. അപ്പോൾ 75 രൂപയ്ക്ക് അയാൾ വിറ്റു. ആ വിറ്റ സമയത്ത് 2 രൂപ എന്ത് ചെയ്തു അയാൾക്ക് ബ്രോക്കറേജ് വന്നു. ഓക്കെ. നമ്മളോട് കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറഞ്ഞത്. ഇത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ? ഷോർട്ട് ടൈം. ഷോർട്ട് ടേം ആണ്. റീസൺ ഓഗസ്റ്റിലാണ് വാങ്ങിയത്. എന്നിട്ട് ജൂൺ, ഒരു വർഷം തികച്ചെടുത്തത്. ഒരു വർഷം തികഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇറ്റ്സ് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ. ദെൻ ഇത് ചെയ്യണോ? നിങ്ങൾ ചെയ്യോ? പറഞ്ഞു തരണോ? ഹലോ, ചെയ്യണോ അതോ ഇവിടെ കാണിച്ചാൽ മതിയോ? എന്താ വേണ്ടേ? ചെയ്യണമെങ്കിൽ ചെയ്യാം. അതാണ് ഞാൻ ചോദിക്കണത്. ഒന്നും കൊണ്ടുണ്ടല്ലോ എല്ലാവരും. ചെയ്യാം. ഓക്കെ. താഴെ ഹെഡിങ് കൊടുത്തോ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് കൊടുക്കുക. ഫസ്റ്റ് കൊടുക്കുക. എന്താ ഫസ്റ്റ് വരിക? സെയിൽസ് കൺസിഡറേഷൻ. സെയിൽസ് കൺസിഡറേഷൻ എത്രയായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞേ. സെയിൽസ് കൺസിഡറേഷൻ എത്രയായിരിക്കും? 4000 into 75. യെസ്, റൈറ്റ്. 4000 ഇൻറ്റു 75. തെറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും. ഇവിടെ 5000 ഷെയർ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അയാൾ വിറ്റത് 4000 എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. വിറ്റ പൈസയും പറഞ്ഞിട്ടുണ്ട് 75 പൈസയാണ്. 75 രൂപയാണ്. അപ്പോൾ 4000 ഇൻറ്റു 75 എത്ര വരും? 4000 ഇൻറ്റു 75 3 ലക്ഷം. യെസ്, 3 ലാക്ക്. ഔട്ടർ കോളത്തിൽ 3 ലാക്ക് കൊടുക്കുക. ഔട്ടർ കോളത്തിൽ 3 ലാക്ക്. ഇനി അതിൽ അയാൾക്കിത് വിറ്റപ്പോൾ അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പെൻസ് വന്നിട്ടില്ലേ? വിറ്റപ്പോൾ എത്രയാണ് ബ്രോക്കറേജ് വിറ്റപ്പോൾ വന്നത്? 2 രൂപ. മാറിപ്പോവരുത്, 2 രൂപയാണ്. കാരണം ഇവിടെ ഒരു ബ്രോക്കറേജ് ഉണ്ട് 3. അത് അയാൾ ബൈ ചെയ്തപ്പോൾ കൊടുത്തതാണ്. ഇവിടെ 2 രൂപ അയാൾ അത് വിറ്റപ്പോൾ കൊടുത്ത ബ്രോക്കറേജ് ആണ്. സോ ഇത് വെച്ചോ ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ ബ്രാക്കറ്റിൽ ബ്രോക്കറേജ് എന്ന് കൊടുക്കുക. ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ ബ്രാക്കറ്റിൽ ബ്രോക്കറേജ് എന്ന് കൊടുക്കുക. ദെൻ വേണമെങ്കിൽ ആ ബ്രാക്കറ്റിൽ തന്നെ കമ്പ്യൂട്ടേഷനും കാണിച്ചോ. 4000 ഇൻറ്റു എത്ര കൊടുക്കുക? 4000 ഇൻറ്റു 2. 4000 ഇൻറ്റു 2 എത്ര വരും? 8000. ഔട്ടർ കോളത്തിൽ 8000 കൊടുക്കുക. 3 ലാക്കിൻ്റെ താഴെ 8000 എഴുതുക. അണ്ടർലൈൻ ചെയ്യുക. മൈനസ് ചെയ്യുക. എത്ര മൈനസ് ചെയ്തപ്പോൾ വന്നേ? നെറ്റ് സെയിൽ കൺസിഡറേഷൻ എത്രയാണ് വന്നേ? 2,92,000. Yes, 2,92,000 is net sale consideration. Okay. ഇനി എന്താ ചെയ്യാനുള്ളത്? ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൊടുക്കാം. നമ്പർ 1 കൊടുത്തിട്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ കാണാം? 4050 രൂപ വെച്ചാണ്ട്. യെസ്, ബ്രാക്കറ്റിൽ കൊടുക്കുക. 4000 ഇൻറ്റു 50. 4000 ഇൻറ്റു 50. എന്തുകൊണ്ടാണ്? 4000 ഷെയർ ആണ് നമ്മൾ വിറ്റതിൻ്റെ അക്വിസിഷനെ നമ്മളിവിടെ എടുക്കാൻ പാടുള്ളൂ. 5000 എടുക്കരുത്. ഓക്കെ. 4000 ഇൻറ്റു നമ്മൾ കൊടുത്ത പൈസ എത്രയാണ് വാങ്ങിയപ്പോൾ? 50 രൂപയാണ് കൊടുത്തത്. 4000 ഇൻറ്റു 50 കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ.
അത് ഇന്നർ കോളത്തിൽ എഴുതണം കേട്ടോ. എത്ര 4000 ഇൻറ്റു 50? 4 5 20 അല്ലേ? 2 ലക്ഷം. യെസ്, ഇന്നർ കോളത്തിൽ 2 ലക്ഷം. ഇനി ഇവിടെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അതിന് പകരം നമുക്കിത് വാങ്ങിയപ്പോൾ ചിലവായ പൈസ ഉണ്ട് അല്ലേ? ഇത് വാങ്ങിയപ്പോൾ ഒരു 3 രൂപ ബ്രോക്കറേജ് കൊടുത്തില്ലേ? അപ്പോൾ നമ്പർ 2 എന്ന് എഴുതിയിട്ട് അവിടെ കൊടുത്ത ബ്രോക്കറേജ് എന്ന് കൊടുക്കുക. നമ്പർ 2 ബ്രോക്കറേജ്. ബ്രോക്കറേജ് എന്ന് എഴുതിയിട്ട് എത്ര ബ്രോക്കറേജ് വാങ്ങിയപ്പോൾ കൊടുത്തത്? 3 രൂപ. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുക്കുക 4000 ഇൻറ്റു 3. 4000 ഇൻറ്റു 3. ഇന്നർ കോളത്തിൽ ആ 2 ലക്ഷത്തിന് താഴെ 4000 ഇൻറ്റു 3 എത്ര വരിക? 4 3 12,000. 12,000 രൂപ. അണ്ടർലൈൻ ചെയ്യുക, രണ്ടും പാടെ ആഡ് ചെയ്യുക, ഔട്ടർ കോളത്തിലോട്ട് ചെയ്താൽ എത്രയാണ് വരുന്നത്? 2,12,000. അണ്ടർലൈൻ ചെയ്യുക, കുറക്കുക. കുറച്ച് നോക്കി എത്രയാണ് വരുന്നത്? 88,000. 88,000.